ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹണി ബി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ പെൻ ഹോൾഡറാണ്. നമ്മുടെ ഈ പേനയും പെൻസിലൊക്കെ നിരന്നെടുക്കുമ്പം അത് എളുപ്പത്തിൽ അടുക്കി പെറുക്കി വെക്കാവുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 6 കളർ പേപ്പേഴ്സാണ് വേണ്ടത്. ഞാനിവിടെ 3 കളർ പേപ്പറും 3 വൈറ്റ് പേപ്പറുമാണ് എടുത്തിരിക്കുന്നത്. നമ്മളതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ കോൺ ഷേപ്പിൽ മടക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളത് ഇങ്ങനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. പിന്നെ ഒരു വശത്തും കൂടെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ കോൺ ഷേപ്പിൽ മടക്കുക. എന്നിട്ട് താഴേന്ന് എടുത്ത് മുകളിലോട്ട് മടക്കുക. ഇനി നമ്മൾ നടുക്കത്തെ ഒരു വര ഉണ്ടോ, ആ വരയിലോട്ട് രണ്ട് ഭാഗം എടുത്ത് ഇടുക. എന്നിട്ട് നമ്മുടെ ഗം എടുത്തിട്ട് അതിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഇല്ലേ, ആ സ്പേസിലോട്ട് ഗം തേച്ച് അത് എടുത്തിങ്ങനെ ആക്കി വെക്കുക. അപ്പം ഇതുപോലത്തെ ഒരെണ്ണം റെഡിയായി. ഇനി ഇതുപോലെ തന്നെ 5 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു കളർ പേപ്പർ എടുത്ത് നമ്മൾ ഉണ്ടാക്കുവാണ്. അപ്പം നമ്മളിതുപോലെ ബാക്കി 5 കളർ പേപ്പറും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ പശ തേച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. ഇതിങ്ങനെ ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മളൊരു പാറ്റേണിൽ വേണം ചെയ്യാൻ. ഞാനിപ്പോൾ ഓറഞ്ചാണ് ആദ്യം ഒട്ടിച്ചെങ്കിൽ അടുത്ത വൈറ്റ് ഒട്ടിക്കണം, പിന്നെ ഓറഞ്ച് ഒട്ടിക്കണം. ഓറഞ്ച് വൈറ്റ് ആ ഒരു പാറ്റേണിലാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ എടുക്കാൻ വേണമെങ്കിൽ കളർഫുള്ളായിട്ട് നിർമ്മിക്കാം, ഒറ്റ കളർ നിർമ്മിക്കാം. എനിക്കിഷ്ടപ്പെട്ട ഇതാണ്, അതുകൊണ്ട് ഞാൻ ഇതാണ് ചെയ്തത്. ഇങ്ങനെ ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റത്തെ ആ പീസും കൂടെ അവിടെ എല്ലാം പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ലാസ്റ്റത്തെ ഒരു പീസും കൂടെ 2 സ്ഥലത്തും പശ വെക്കണം, പിന്നെ നടുക്കൂടെ ഒരു വരം വരയ്ക്കണം. ലാസ്റ്റത്തെ അതും കൂടെ ആ പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുണ്ടോ, അപ്പോൾ നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു പെൻ ഹോൾഡർ ആയില്ലേ. ഇനി ഇതിൻ്റെ അടിഭാഗം അടയ്ക്കണം. അതിനുവേണ്ടി കിട്ടുന്ന ആ ഒരു വര, ആ വരയിൽ കൂടി ഇങ്ങനെ പശ തേക്കുക. ഇതേപോലെ എല്ലാത്തിലും ഇങ്ങനെ പശ തേച്ച് വെക്കുക, ആ വരയിൽ ഫുള്ള്. എല്ലാ സ്ഥലത്തും പശ തേച്ചിട്ട് വേറൊരു A4 പേപ്പർ നമ്മൾ എടുക്കുക. എന്നിട്ട് അതവിടെ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക അത് ഉണങ്ങാൻ വേണ്ടി. പിന്നെ നമ്മൾ ഒന്ന് പൊക്കി നോക്കുക. നേരത്തേക്ക് നമ്മുടെ ഇത് നന്നായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ അവിടെയായിട്ട് ഓരോ കള്ളിയിലും പേനകൾ കയറ്റി വെക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് കയറ്റി വെക്കാം. വെയിറ്റൊക്കെ താങ്ങും, പേപ്പർ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.